ഹായ് ഹലോ നമസ്കാരം. ശക്തി ഗാർഡനിലേക്ക് സ്വാഗതം. ഞാനൊരു സെയിൽ വീഡിയോ ആയിട്ടല്ല വന്നേക്കുന്നത്. എൻ്റെ ഒരു കസ്റ്റമർ നമ്മുടെ വീട്ടിലുള്ള സകല ചെടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എനിക്കും തോന്നി അതൊരു നല്ല സജഷനാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ചെടികളെയും കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ സൈഡിലുള്ള ചെടികൾ തന്നെയാണ് കേട്ടോ. സോംബാറ്റും ഒക്കെയാണ്, 24 ക്യാരറ്റും സോംബാറ്റും റെഡ് വെറൈറ്റീസൊക്കെയാണ്. ഇത് സെയിൽ തന്നെ. നമ്മൾ ഒതുക്കത്തിൽ ഈ സെയിൽ വീഡിയോയോടൊന്ന് സെയിലിൻ്റെ പ്ലാൻസോട് കാണിക്കാം കേട്ടോ. ഇതിലേതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ ഓർക്കിഡ് ടവർ, നമ്മൾ സിറ്റ് ഔട്ടിലാണ് ഈ റെഡ് വെറൈറ്റീസ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിന് തൊട്ടിപ്പുറമാണ് നമ്മുടെ ഓർക്കിഡ് ടവർ. ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ പാക്കിംഗ് ഏരിയ ആണ്. ഇവിടെയാണ് ഞാൻ നിങ്ങൾക്ക് കൊറിയർ ചെയ്യുന്ന പ്ലാന്റ്സ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ടാണ് പാക്ക് ചെയ്ത് പ്ലാന്റ്സ് എല്ലാം ഇവിടെ വെക്കും. അതിൻ്റെ അണിധാരികളാണ്, പണിയായുധങ്ങളാണ് കത്രിക, ലൈവ് പ്ലാന്റ്സ് എന്ന് എഴുതിയ വെച്ചിരിക്കുന്ന സംഭവങ്ങൾ, കവറുകൾ, പേപ്പറ്, കവറ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ ആന്തൂറിയം സ്റ്റാൻഡാണ്. കണ്ടല്ലോ ആന്തൂറിയം. അതിന് താഴെ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് ബിഗോണിയയുടെ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതാണ്. അപ്പോൾ ഇത്രയുടെ ഒക്കെയാണല്ലോ. അത് കഴിഞ്ഞ് നമ്മുടെ നോർമൽ വെറൈറ്റി നോർമൽ ചെടികളൊക്കെ തന്നെ കണ്ടോ. കണ്ടല്ലോ. അപ്പം നമ്മുടെ കാണുന്നുണ്ടല്ലോ. ഞാൻ സെയിൽ ചെയ്തതിൻ്റെ ബാക്കി ഇരിക്കുന്ന കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡാണ്. അപ്പോൾ ഇത്രയുടെ ക്ലിയർ ആണല്ലോ. ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഒരു വീഡിയോയിൽ. ഓർക്കിഡ് എൻ്റെ പേഴ്സണൽ കളക്ഷനിലുള്ള ഓർക്കിഡ് ഞാൻ ഹാങ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇങ്ങനെ കാണിക്കാൻ കണ്ടോ. അത്യാവശ്യം നന്നായിട്ട് നമുക്കിത് ഹാങ് ചെയ്തിടാൻ പറ്റും. കണ്ടല്ലോ. അപ്പോൾ ഇത് ഇത്രയുടെ ഒക്കെ ആണല്ലോ. ഞാൻ ഇവിടെ നിങ്ങോട്ട് വന്നാൽ ഇതൊക്കെ അവിടെ ഞാൻ കുറച്ച് ഓർക്കിഡ് തൂക്കിയിട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഫ്ലവറൊക്കെ കഴിഞ്ഞു. പിന്നെ ഇത് നമ്മൾ ഭിത്തിയിൽ വെച്ചിട്ടുള്ളൊരു സ്റ്റാൻഡാണ്. ഇത് നിറയെ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങളുടെ കൈകളിൽ ഇതിൻ്റെ പലതും എത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കാം. കൊറിയർ ചെയ്തിട്ടുണ്ടേ. അങ്ങനെ ഒഴിഞ്ഞ തട്ടുകളാണിത്. ഇങ്ങോട്ട് വന്നാൽ എൻ്റെ കുറച്ച് അഗ്ലോണിമ തന്നെയാണ് ഇരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ അഗ്ലോണിമകൾ കാണിച്ചിട്ടുള്ളതാണ്. കേട്ടോ. ഇത് ഗ്രീൻ വെറൈറ്റി, ഇത് കണ്ടല്ലോ. ഇതെല്ലാം നമ്മൾ ഇതിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ നോർമൽ പണ്ട് തൊട്ടുള്ള എൻ്റെ കളക്ഷനിൽപ്പെട്ട സംഭവങ്ങളാണ്. നമ്മൾ ഗ്രീൻ വെറൈറ്റീസ് എന്നും പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടില്ലേ, അതിലുള്ള താരങ്ങളാണ് ഈ ഇരിക്കുന്നത്. മതിലിലോട്ട് നോക്ക്, കണ്ടോ. അടിപൊളി പീശയൊക്കെ ഇരിക്കുന്നത്. അങ്ങോട്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. അവിടെ നല്ലൊരു പീശയാണ്. അതിൻ്റെ വേറൊരു ഒന്നുകൊണ്ട് ഞാൻ അത് കാണിക്കാമേ. പിന്നെന്താ നമ്മുടെ തെച്ചി. പിന്നെ വേറെ സംഭവം കാണിക്കാം. ഇതിൻ്റെ ഒരു ഓർക്കിഡ് ഞാനൊരു പൈപ്പിൽ PVC പൈപ്പ് ഉണ്ടല്ലോ, കണ്ടോ. ആ പൈപ്പിൽ ഞാൻ എല്ലാ അത്യാവശ്യം കുഞ്ഞു തൈകളാണ് കേട്ടോ നട്ടുപിടിപ്പിച്ചത്. പക്ഷെ നന്നായിട്ട് കയറി വരുന്നുണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്ര ഗ്രോത്ത് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. എന്നിട്ട് വെറുതെ ഈ ഓപ്പൺ സ്പേസിൽ, അല്ലാതെ ഈ നമ്മുടെ ഈ UVയുടെ അടിയിലെങ്ങുമല്ല വെച്ചിരിക്കുന്നത്. മഴയും വെയിലും ഒരുപോലെ കിട്ടത്തക്ക രീതിയിൽ വെച്ചു. പക്ഷെ അതിന് ശേഷം എന്തൊരു കരുത്തിലാണ് വരുന്നതുണ്ടോ. കുഞ്ഞു തൈയാണ്. നമ്മൾ കണ്ണു കിട്ട കരിയരിക്കെന്ന് പറയില്ല, അമ്മാതിരി തൈയായിരുന്നേ. കണ്ടോ. പക്ഷെ അതെല്ലാം നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട്. ഓർക്കിഡിനൊന്നും വലിയ കെയറിങ് കൊടുക്കാതിരിക്കാന്നുള്ളത്, നന്നായിട്ട് കയറി വരും. ഇത് ഞാൻ അടീനിയത്തിൻ്റെ ഒരു സ്റ്റാൻഡിൻ്റെ താഴെ കുറച്ച് സ്പേസ് ഉള്ളിടത്ത് നെറ്റ് അടിച്ചിരിക്കുന്നത്. ഇത് അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ വെക്കാമല്ലോ ഇങ്ങനെയുള്ളത്. കണ്ടോ. ഞാൻ അടീനിയം കാണിക്കാം. ഇതൊക്കെ എൻ്റെ അടീനിയം ഞാൻ ബോൺസായി ആയി നിർത്തിയിരിക്കുന്നതാണ്. ഇതൊക്കെ ഇപ്പോൾ 1 മാസമായിട്ട് പിഴുതിട്ടിരിക്കുമായിരുന്നു. എന്നിട്ട് അതിനെ ഒന്ന്
അതിൻ്റെ കോഡക്സൊക്കെ ഒന്ന് ചുങ്ങി വന്നതിന് ശേഷം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ അഡീനിയം. കാണുന്നുണ്ടല്ലോ, കുറേ കളക്ഷൻ ഉണ്ട് അഡീനിയത്തിൻ്റെ. ഫ്ലവർ ആകുമ്പോൾ ഞാൻ സെയിലിലേക്ക് ഇടാമേ. ഇപ്പം നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട സമയമാണല്ലോ ഇത്. കണ്ട, കട്ട് ചെയ്തും റിപ്പോർട്ട് ചെയ്തും ഒക്കെ നിർത്തേണ്ട സമയമാണ്. ചെയ്തിട്ടില്ലാത്തവരൊക്കെ ധൈര്യമായിട്ട് ചെയ്തു. വലിയ മഴയുള്ള സമയം ആണെങ്കിൽ ഒഴിവാക്കുക. ഇച്ചിരി കൂടെ അല്ല നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാനിവിടെ UVയുടെ അടിയിലായതുകൊണ്ട് ധൈര്യമായിട്ട് ചെയ്തത്. വെള്ളമൊന്നും അടിച്ചു കയറില്ലല്ലോ. അങ്ങനെ നമുക്ക് സൗകര്യം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇതിനെ റിപ്പോർട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്തും റിപ്പോർട്ട് ചെയ്തും ഒക്കെ വെക്കേണ്ട സമയമാണ്. ഇപ്പോൾ ചെയ്യാം. 1 മാസം ഞാനിത് പിഴുതിട്ടണം കേട്ടോ. അപ്പോൾ അതിൽ 1-2 മുട്ടൊക്കെ വരുന്നുണ്ട്. അതൊക്കെ പോവും, അതൊന്നും നോക്കണ്ട. ആഹാ, ഇതാ നിൽക്കുന്നു ഒരു. പിന്നെ അതിനകത്ത് തന്നെയുള്ളൊരു സംഭവം നമ്മുടെ നമ്പ്യാർ വട്ടത്തിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ടോ പൂവ്. ഇങ്ങോട്ട് പോയാൽ വേറെ ഒരു ഫിഷ് കുത്തി നിൽക്കുന്നത് കാണിക്കാം. കാണുന്നുണ്ടല്ലോ. അത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇവിടുത്തെ ഏകദേശമൊക്കെ സംഭവങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇതൊക്കെയാണ് അഡീനിയം. ഇഷ്ടം പോലെ തൈകളുണ്ട്, ഇഷ്ടം പോലെ എല്ലാ വെറൈറ്റി ഉണ്ട് കേട്ടോ. പൂക്കട്ടെ കാണിക്കാം. നമ്മുടെ കലേഡിയാണ്, കിളുത്ത് വരുന്നേ ഉള്ളൂ. ഇത്രയാണ് എൻ്റെ അഡീനിയത്തിൻ്റെ സെക്ഷൻ. ഇനി അങ്ങോട്ട് പോയാൽ നമ്മുടെ താമരയുടെ ആയിരുന്നു. പക്ഷെ റിപ്പോർട്ട് ചെയ്യേണ്ട സമയമായി. അതുകൊണ്ട് ഇനി അത് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ട്യൂബറൊക്കെ വരും. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊക്കെ തരാം കേട്ടോ. പിന്നെ ഇതാ നിർബന്ധമായിട്ട് നമ്മുടെ വീട്ടിലൊരെണ്ണം വാങ്ങിച്ചു വെക്കണം. ഇത് അറിയാമല്ലോ, നീലയമരി. ഉപയോഗിച്ചാലും ശരി, ഉപയോഗിച്ചില്ലേലും ശരി. ഇതൊക്കെ പണ്ട് നമ്മുടെയൊക്കെ പറമ്പുകളിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ വീടുകളിൽ നമ്മളത് വിലയ്ക്ക് വാങ്ങിച്ചു വെക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും വാങ്ങിക്കണം. ഞാനിത് തിരുവനന്തപുരം പോയപ്പോൾ ഒരു ആറ്റിങ്ങലൊരിടത്ത് കണ്ടു വാങ്ങിച്ചു കേട്ടോ. പിന്നെ പിന്നെ വിയറ്റ്നാം പ്ലാവ്. അത് ഇത്രയും നമ്മുടെ അഡീനിയത്തിന് മാത്രമുള്ളൊരു സ്പേസാണത്. പിന്നെ അഗ്ലോണിമ. പിന്നെ വേറെന്താ പ്രത്യേകിച്ച്? ഇത് നമ്മളെ നമ്മളതിനടുത്തൊക്കെ മണലെടുത്തിരിക്കുന്നതാണ്. ഇവിടെ കുറച്ച് സ്റ്റാൻഡുണ്ട് കേട്ടോ. ചെടികളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ നമ്മൾ പോട്ടി മിക്സ്, ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട് പോട്ടി മിക്സ്. ഞാൻ വളം ഒക്കെ മിക്സ് ചെയ്ത പോട്ടി മിക്സാണിത്. പെർലൈറ്റ്, സാഫ്, മണൽ, വെർമിക്കുലേറ്റ്, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇവിടെ ഞാൻ വെയിലത്തിട്ട് ഉണക്കി ഇട്ടിരിക്കുന്നതാണ്. ഇത് നമ്മൾ സെയിലിനൊന്നും ഉള്ളതല്ല കേട്ടോ. ഞാൻ സീഡ്ലിങ്സ് കൊണ്ടുവന്നിട്ട് ഈ പോട്ടി മിക്സാണ് ഞാൻ വെച്ച് ക്ലിപ്പിച്ച് നിങ്ങൾക്ക് ഇത്ര ഹെൽത്തി ആയിട്ട് എനിക്ക് ചെടി തരാൻ പറ്റുന്നത്. അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ഇതിൻ്റെ അനുധാരികളൊക്കെയാണ്, നമ്മുടെ പണിയായുധങ്ങളാണ് ഇരിക്കുന്നത്. പീഠവും കത്തി, മുള്ള, കഠാര ഇതെല്ലാം പെടുന്നതാണ്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സാഫ്, ഇതെല്ലാവരുടെ കയ്യിലുണ്ടാവുമല്ലോ സാഫ്. വെർമിക്കുലേറ്റ് എന്നോടൊരാൾ ചോദിച്ചു എന്താണ് ഈ വെർമിക്കുലേറ്റ്? ഇതാണ് സംഭവം കേട്ടോ. കണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്നതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നമ്മുടെ പ്ലാന്റ്സ് കണ്ടിട്ട് സെയിലിനുള്ള പ്ലാന്റ്സ് ഏതെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ 8848296441 മെസ്സേജ് ചെയ്യണേ. അപ്പം മറക്കില്ലല്ലോ. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ ബൈ.